2026 ഫിഫ ലോകകപ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അർജന്റീനയെ ഫൈനലിൽ എതിരില്ലാത്ത ഒരു ഗോളിന് തളച്ചുകൊണ്ട് അവർ 2026 ലോക ചാമ്പ്യന്മാരായി. സ്പെയിനിന്റെ തുടക്കം മുതൽ ഫൈനൽ വരെയുള്ള മാച്ചുകൾ നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ കളിയിലും ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടും അതുപോലെ തുടക്കത്തിലേറ്റ ഒരു സമനില കേപ്പ് വെർദെയുമായിട്ടുള്ള ആ ഒരു സമനിലയിൽ നിന്ന് അവർ വേൾഡ് കപ്പിന്റെ ജേതാക്കളായി മാറിയതിലേക്കുള്ള ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രീതിയുണ്ട്. സ്പെയിൻ ഫുട്ബോളിന്റെ കൺസിസ്റ്റൻസിയും അതുപോലെ ഡിസിപ്ലിനും എത്രത്തോളം അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിളിച്ചു പറയുന്ന ഒരു ഫൈനൽ മാച്ച് ആയിരുന്നു നമ്മൾ കണ്ടത്. കാരണം ഒരു ഫൗൾ പോലും ഇല്ലാതെ ക്ലീൻ മാച്ച് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു PSC പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളും നമ്മളുടെ PSC പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഒരു കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും അതുപോലെ നമ്മുടെ കോൺഫിഡൻസും എല്ലാം ഈ പറയുന്ന ഒരു മാച്ചിന്റെ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും വിജയം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കാരണം തുടക്ക മത്സരത്തിൽ തന്നെ കേപ്പ് വെർദെയുമായിട്ട് ഒരു ഗോൾ പോലും അടിക്കാൻ സാധിക്കാതിരുന്ന ആ ഒരു സ്പെയിൻ ഈ വർഷത്തെ വേൾഡ് കപ്പ് ജേതാക്കളായി മാറിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു പെർഫോമൻസും കൺസിസ്റ്റൻസിയും അവർ കീപ്പ് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ ഒരു റിസൾട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ തന്നെ PSC പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തുടക്കം വളരെ ബുദ്ധിമുട്ടേറിയതാണെന്നുള്ള ഒരു സത്യം മനസ്സിലാക്കി പിന്നീട് അങ്ങോട്ട് നമ്മൾ നമ്മുടെ ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും അതുപോലെ ഡെഡിക്കേഷനും തുടർന്ന് പോരുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ സ്പെയിൻ കപ്പടിച്ച പോലെ നമുക്കും അടുത്ത വർഷം എന്ത് ചെയ്യാം, നല്ലൊരു PSC ജോലി അടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ എല്ലാവരും സ്റ്റേ ഫോക്കസ്ഡ് ഇൻ യുവർ സ്റ്റഡീസ്. ഓക്കെ ഗൈസ്, താങ്ക് യു.